الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അത് ഹുദയാണ്, അതായത് മാർഗദർശനമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കാണ് ആ മാർഗദർശനം ഉപകാരപ്പെടുക എന്നുള്ള വിഷയവും നമ്മൾ മനസ്സിലാക്കി. ആ മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണമായി അള്ളാഹു ഒന്നാമതായി എടുത്തു പറഞ്ഞത് അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്നതാണ്. അതിനുശേഷം സൂറത്തുൽ ബഖറയുടെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ, അതായത് സൂക്ഷ്മത കാണിച്ച് ജീവിക്കുന്ന ആളുകളുടെ 2-ാമത്തെ സ്വഭാവമായി പറയുന്നത് വയുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ്. സഹോദരങ്ങളെ, ഭാഷയിൽ അസ്വലാത്ത് എന്ന പദത്തിന് പ്രാർത്ഥന എന്ന അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ അർത്ഥമാക്കുന്ന അസ്വലാത്ത് അത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ട് തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ഇസ്ലാമിലെ നമസ്കാര കർമ്മമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ ശരിയായ രൂപത്തിൽ നിർവഹിച്ച് സമയം തെറ്റാതെ കൃത്യസമയത്തു തന്നെ നിർവഹിക്കുക എന്നതാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. നമുക്കറിയാം, 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ വേറെയും സുന്നത്തായ നമസ്കാരങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുത്തഖീങ്ങളുടെ അനിവാര്യമായ ഗുണങ്ങളിൽപ്പെട്ട നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് പറഞ്ഞത് ഈ സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചല്ല സഹോദരങ്ങളെ, മറിച്ച് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധ ബാധ്യതയായ 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ചാണ്. വയുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിനോടുള്ള കടമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ ഈ കർമ്മം നിറവേറ്റാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ മുത്തഖികളിൽ ഉൾപ്പെടുകയില്ല. അത്തരം ആളുകൾക്ക് ഖുർആനിന്റെ മാർഗദർശനം ഉപകാരപ്പെടുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിനുള്ള അവകാശങ്ങളിൽ ഒരു ദാസൻ അന്ത്യനാളിൽ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മമാണ് സഹോദരങ്ങളെ നമസ്കാരം എന്ന് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ്. എന്താ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? നിശ്ചയം അന്ത്യനാളിൽ ദാസൻ തന്റെ കർമ്മങ്ങളിൽ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത് തന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും. അത് ശരിയായാൽ നിശ്ചയം അവൻ വിജയിച്ചു, ലക്ഷ്യം കൈവരിച്ചു. അത് കുഴപ്പമായാൽ അവൻ പരാജയപ്പെട്ടു, ഇച്ഛാഭംഗപ്പെട്ടു. അവൻ തന്റെ നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് വല്ല കുറവും വരുത്തിയവനാണ് എങ്കിൽ അള്ളാഹു പറയും, എന്റെ ദാസന് വല്ല സുന്നത്തായ നമസ്കാരവുമുണ്ടോ എന്ന് നോക്കാൻ. എങ്കിൽ അവൻ നിർബന്ധ നമസ്കാരത്തിൽ അവൻ കുറവ് വരുത്തിയത് അതുകൊണ്ട് പൂർത്തിയാക്കപ്പെടും. ശേഷം അവന്റെ മറ്റു കർമ്മങ്ങളിൽ നിർബന്ധമായതിൽ അവൻ കുറവ് വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ കുറവ് വരുത്തിയിട്ടില്ല എങ്കിൽ ഇതുപോലെ സുന്നത്തായത് നിർവഹിച്ചതിൽ നിന്നെടുത്ത് പൂർത്തീകരിക്കുന്നതാണ് എന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഒന്ന് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് കർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത് ഈ നമസ്കാരത്തെ കുറിച്ചാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം കാര്യങ്ങളിൽ 2 സത്യസാക്ഷ്യ വചനം കഴിഞ്ഞ് രണ്ടാമതായി വരുന്ന സ്വന്തം ശരീരം കൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. 5 നേരത്തെ നമസ്കാരം നമ്മളുടെ മേൽ നിർബന്ധമാക്കപ്പെടുന്നത് ഒരാളുടെയും മധ്യസ്ഥതയില്ലാതെ അള്ളാഹു നേരിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് വേളയിൽ അത് നിർബന്ധമാക്കിയത്. ഹിജ്റയുടെ 1 വർഷം മുമ്പ് മക്കയിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്താൽ മാത്രം എത്താൻ സാധിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക്
ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളിലേക്കും ഒരൊറ്റ രാത്രി കൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വന്ന ആ ഒരു അത്ഭുതകരമായ സംഭവം, ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്ര സഹോദരങ്ങളെ സ്വഹീഹായ ഹദീസുകളിലൂടെ ധാരാളം പരമ്പരകൾ വഴി ചരിത്രത്തിൽ രേഖീകരിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യാത്രയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7-ാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന മന്ദിരമായ ബൈത്തുൽ മഅ്മൂർ മറ്റുമൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഓരോ ദിവസവും 50 നമസ്കാരങ്ങൾ ഫർളാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങുന്ന സമയം മൂസാ നബി അലൈഹി സ്വലാമയുടെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ അലൈഹി സ്വലയോട് 50 നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, താങ്കൾക്ക് മുമ്പ് ഞാൻ ജനങ്ങളുമായി പരിചയിച്ചിട്ടുണ്ട്, അവരെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, ഇസ്രായേൽ സന്തതികളുമായി ഞാൻ വളരെ പാടുപെട്ടിട്ടുണ്ട്, താങ്കളുടെ സമൂഹത്തിന് ഈ 50 നമസ്കാരം സാധിക്കുകയില്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അത് ലഘൂകരിച്ചു തരുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിക്കൊണ്ട് അള്ളാഹുവോട് ലഘൂകരണത്തിനായി ആവശ്യപ്പെട്ടു. അപ്പോൾ അത് 40 കുറച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമയുടെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം വിവരം അന്വേഷിച്ചു. അത് 40 വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അത് വീണ്ടും ലഘൂകരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് 30 വീണ്ടും മൂസാ നബി അലൈഹി സ്വലാമയുടെ അടുക്കലെത്തി ഈ രൂപത്തിലുള്ള സംഭാഷണങ്ങൾ നടന്ന് അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വീണ്ടും ഓരോ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി അത് 20 പിന്നീട് അത് കുറച്ച് അത് 10 പിന്നീട് അത് 5 അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി വിവരങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാമ പറയുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ പോയിക്കൊണ്ട് ഈ 5 നേരത്തെ നമസ്കാരം കുറച്ചു തരുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹി സ്വലാമിയോട് പറയുന്നത്, ഞാൻ ലജ്ജിക്കുന്നു, ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും വിട്ടുകടന്നപ്പോൾ ഒരു അശരീരി കേൾക്കുകയാ, എന്റെ ഫർള് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, എന്റെ ദാസന്മാർക്ക് ഞാൻ ഇളവ് ചെയ്തിട്ടുണ്ട്, 1ന് 10 ഇരട്ടിയായി നന്മക്ക് ഞാൻ പ്രതിഫലം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ അവിടെ നമ്മളെ അറിയിക്കുകയാണ് എന്നർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. ഇങ്ങനെയാണ് സഹോദരങ്ങളെ 5 നേരത്തെ നമസ്കാരം നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാകുന്നത്. സഹോദരങ്ങളെ, ഈ നമസ്കാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുസ്ലിം സമുദായത്തിന്റെ ഇജ്മാവും ഇത് നിർബന്ധമാണ് എന്നതിന് തെളിവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഇന്നസ്സലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു എന്നാണ് സൂറത്ത് നിസായിലെ 103-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കിതാബൻ മൗഖൂത എന്നതിലെ കിതാബൻ എന്നതിന്റെ ആശയം അത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരിക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിയോഗിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞതെന്താ? അള്ളാഹു അവർക്ക് ഓരോ രാവിലും പകലിലുമായി 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇവിടെ 5 നേരത്തെ നമസ്കാരം അത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹം ഏകോപിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബുദ്ധിയും പ്രായപൂർത്തിയും എത്തിയ ഓരോ മുസ്ലിം സ്ത്രീയും പുരുഷനും അവരെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം അവർക്ക് നിർബന്ധമാണ്. ഈ 5 നേരത്തെ നമസ്കാരത്തെ ആരെങ്കിലും അതിന്റെ നിർബന്ധതയെ നിഷേധിക്കുകയോ 5-ൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം സ്വീകരിക്കാത്തവന് നമസ്കാരം നിർബന്ധമില്ല. അവൻ മുസ്ലിമായാൽ സഹോദരങ്ങളെ, മുൻകാലങ്ങളിലെ നമസ്കാരം ഖളാ വീട്ടേണ്ട ആവശ്യമില്ല എന്നും അള്ളാഹു അവന് അത് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നമസ്കരിക്കാത്ത ആളുകൾ നരകത്തിൽ പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
കുറ്റവാളികളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ കുറ്റവാളികൾ പറയുന്ന മറുപടിയിൽ നമുക്ക് കാണാൻ കഴിയും, ഖാലൂലം നകു മിനൽ മുസല്ലീൻ. അവർ പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് സൂറത്ത് മുദ്ദസിറിൽ 42-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. എന്താ കുറ്റവാളികൾ പറയുന്നത്? ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് നരകത്തിൽ പ്രവേശിക്കുന്ന കുറ്റവാളികളായ ആളുകൾ പറയുമെന്നാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക സ്വലാത്ത്. ഒരു മുസ്ലിമിന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും ഇടക്കുള്ള വ്യത്യാസം അത് നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ബുറൈദത്ത് ബിനുൽ ഹസീബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമ സ്വലാത്തു ഫമൻ തറകഹാ ഫഖദ് കഫറ. നാമും അവരും തമ്മിലുള്ള കരാർ അത് നമസ്കാരമാകുന്നു. ഫമൻ തറകഹാ ഫഖദ് കഫറ. അതാരെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർ കാഫിറായി പോയി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇമാം അഹ്മദും അബൂദാവൂദും നസായിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ സഹോദരങ്ങളെ, കുഫ്ർ എന്ന് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽ നിന്നും പുറത്താക്കി കളയുന്ന വിധത്തിലുള്ള കുഫറാകുന്നു എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് അത് വിശദീകരിക്കുന്നത്. കുഫർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വിശ്വാസത്തിൽ വരുന്ന കുഫറാണ്, ഇസ്ലാമിൽ നിന്നും പുറത്തു കളയുന്ന കുഫർ. അതുപോലെ തന്നെ പ്രവർത്തനത്തിൽ വരുന്ന കുഫറുകളുണ്ട്. സഹോദരങ്ങളെ, കുഫർ എന്ന പദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരാളുടെയും ശിർക്ക് കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത് നമസ്കാരം ഉപേക്ഷിക്കലാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക സ്വലാത്തി. ഈ പ്രയോഗത്തിൽ, ഈ ഹദീസിൽ വന്ന ഈ പ്രയോഗത്തിൽ അൽ കുഫർ എന്ന വാക്ക് അൽ എന്ന അവ്യയം ചേർന്നതിനാൽ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുകയാണ്. എന്നാൽ അൽ ചേരാത്ത വിധം കുഫ്ർ എന്ന് മാത്രമാണ് എങ്കിൽ, കുഫ്ർ എന്ന ക്രിയാരൂപത്തിലോ ആയിരുന്നു ആ ഹദീസിലെ പ്രയോഗമെങ്കിൽ ആ പ്രവൃത്തിയിൽ, ആ കുഫ്റിൽ, അതായത് ആ പ്രവൃത്തിയിൽ കുഫ്ർ ഉണ്ടാവുകയില്ല. അതായത് നിഷേധം ഉണ്ടെന്നല്ലാതെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വിധമുള്ള കുഫ്ർ ഉണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഹദീസിൽ വന്ന പ്രയോഗം എന്താ? അത് അൽ കുഫ്ർ എന്നാണ്, യഥാർത്ഥ കുഫ്ർ എന്ന അർത്ഥത്തിലാണ് അത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാ. സഹോദരങ്ങളെ, സ്വഹാബികളുടെ ആസാറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത. നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ അവകാശമില്ല എന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് അബൂ ശൈബ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പ്രശസ്ത താബി പണ്ഡിതനായ അബ്ദുല്ലാഹ് ഇബ്നു ശഖീഹ് റഹിമഹുല്ലാഹ് പറയുകയാണ്, കർമ്മങ്ങളിൽ ഉപേക്ഷിച്ചാൽ അവിശ്വാസിയാകുന്നത് നമസ്കാരമല്ലാതെ മറ്റൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ കണ്ടിരുന്നില്ല എന്നാണ് ഇമാം തിർമിദിയും ഹാക്കിമും റിപ്പോർട്ട് ചെയ്ത അസറിൽ നമുക്കിത് കാണാൻ കഴിയും. പ്രശസ്ത താബി പണ്ഡിതനായ അബ്ദുല്ലാഹ് ഇബ്നു ശഖീഹ് റഹിമഹുല്ലാഹയാണ് പറയുന്നത്. വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ ഇത്. നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ച മതവിധി എന്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാവുകയും മുസ്ലിം സമുദായത്തിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യുമെന്നാണ്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബീ ഹാത്തിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഉപദേശിക്കുകയാണ്, ലാ തുശ്രികു ബില്ലാഹി ശൈഅ. നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് കേട്ടോ എന്ന്. എന്നിട്ടോ വലാ തത്റുകു സ്വലാത മുതഅമ്മിദീൻ. മനഃപൂർവ്വം നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് എന്ന്. ഫമൻ തറകഹ മുതഅമ്മിദൻ ഫഖദ് ഖറജ മിനൽ മില്ലാത്ത്. മനഃപൂർവ്വം ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ സമുദായത്തിൽ നിന്ന്, ഇസ്ലാമിക മില്ലത്തിൽ നിന്നും പുറത്തു പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് അലസത കൊണ്ട് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചല്ല, മറിച്ച് മനഃപൂർവ്വം ഈ 5 നേരത്തെ നമസ്കാരത്തെ ആരെങ്കിലും അതിന്റെ നിർബന്ധതയെ നിഷേധിച്ചുകൊണ്ട് നമസ്കാരിക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ അവരെ കുറിച്ചാ പറയുന്നത്, അവർ സമുദായത്തിൽ നിന്നും പുറത്തു പോകുന്നതാണ് എന്ന്. ശർഈയായ കാരണമില്ലാതെ നമസ്കാരം ഒഴിവാക്കുന്നവൻ സമുദായത്തിൽ നിന്നും പുറത്തു പോകും വിധമുള്ള കുഫറുള്ളവനാണ് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു
അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭരായ പല സ്വഹാബികളിൽ നിന്നും ഈ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വിഷയത്തിൽ ഇവരോട് എതിരഭിപ്രായമുള്ള ഒരാളെയും സ്വഹാബികളിൽ ഞങ്ങൾക്കറിയുകയില്ല എന്ന് ഇബ്നു ഹസം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, മതത്തിന്റെ നെടും തൂണായ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ ഈമാൻ അവശേഷിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെ? മതത്തിന്റെ നെടും തൂണായ നമസ്കാരം, ആ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ ഈമാൻ അവശേഷിക്കുകയില്ല. അതുകൊണ്ടാണ് മുത്തഖീങ്ങളുടെ അനിവാര്യമായ ഗുണങ്ങളിൽപ്പെട്ട നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ വയുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. ആ 5 നേരത്തെ നമസ്കാരം, അതിന്റെ ബാധ്യത, അതിന്റെ അനിവാര്യത അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളായിരിക്കും അവർ എന്നാണ് ആ സൂക്ഷ്മത പാലിച്ച മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണമായി കൊണ്ട് അള്ളാഹു എടുത്തു പറയുന്നത്. ഇനിയും വിശേഷണങ്ങളുണ്ട് മുത്തഖീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.